ദൈവം നൽകുന്ന ഒരു ഉറപ്പാണ്, നിന്റെ ബലഹീനതയിൽ ഞാൻ നിന്നെ സഹായിക്കും. ബലഹീനതയിൽ ബലമേകുന്ന ഒരു ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നേ. ആ കർത്താവ് കൂടെ ഉള്ളപ്പോൾ പിന്നെ എന്തിനാ നമ്മൾ ആകുലപ്പെടുന്നത്, അസ്വസ്ഥപ്പെടുന്നത്? ഇതാ കർത്താവിൻ്റെ അതിശക്തമായ വചനം. ഇതാ റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 26-ാം തിരുവചനം. നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മളെ സഹായിക്കുന്നു. വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ, എന്നാൽ അവാച്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ബലഹീനമായ ജീവിത അവസ്ഥയിൽ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന വളരെ മനോഹരമായ ഒരു ആത്മീയ ചിന്ത ഇതാണ്: പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ എന്ന് ആവർത്തിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ കൃപ, അതല്ലേ വചനം ഓർമ്മപ്പെടുന്നത്? നിനക്കെൻ്റെ കൃപ മതി. നിന്റെ കുറവുകളിൽ, നിന്റെ വീഴ്ചകളിൽ, നിന്റെ ബലഹീനതയിൽ ശക്തിപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ ചൈതന്യമായ പരിശുദ്ധാത്മാവ് നമ്മളെ ബലപ്പെടുത്തും. നാം ഒന്ന് മാത്രം ചെയ്യണം: നമ്മുടെ ബലഹീനതയിൽ ബലമേകുന്ന ദൈവത്തിങ്കിലേക്ക് നാം ഒന്ന് നോക്കണം. നമ്മുടെ കുറവുകളിൽ, വീഴ്ചകളിൽ, പരാജയങ്ങളിൽ മറ്റിടങ്ങളിലേക്കല്ല നോക്കേണ്ടത്, മറിച്ച് ബലമേകുവാൻ, വിജയമേകുവാൻ, കരുത്തേകുവാൻ ശക്തിയുള്ള ദൈവത്തിങ്കിലേക്ക് നോക്കണം. താന്നുപോയ പത്രോസിനെ കൈക്ക് പിടിച്ച് ഉയർത്തുവാൻ കർത്താവ് നീട്ടിയ ഒരു കരമുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ ഈ അഭിഷേക കരം നമ്മുടെ ജീവിതത്തെ പുത്തൻ അഭിഷേകത്തിലേക്ക്, പുതുചൈതന്യത്തിലേക്ക് നയിക്കുമെന്നതിൽ യാതൊരു സംശയമില്ല. നിന്റെ ബലഹീനതയിൽ ദൈവം നിന്നെ സഹായിക്കും. പരിശുദ്ധാത്മാവ് നിന്റെ കൂടെയുണ്ട്.